ലൈഫ് ഈസ് ഷോർട്ട്. നമ്മുടെ ജീവിതം ചെറുതാണ്. നമ്മൾ എന്തോരം കാര്യങ്ങളാണ് നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. ഇന്ന് മടി പിടിച്ച് സുഖം പിടിച്ച് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കുകയാണ്. നമുക്കറിയാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് ചെയ്യുന്നത് തന്നെ നാളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നാളെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നാളെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ടുഡേ പ്രെഡിക്ട്സ് അവർ ടുമോറോ. ഈ നാളെ എന്നുള്ളത്, പിന്നെ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ കള്ളങ്ങളാണ്, ഏറ്റവും വലിയ നുണകളാണത്. നമ്മുടെ കംഫർട്ട് സോണിലിരിക്കാൻ, നമ്മുടെ ലേസിനെസ്സിലിരിക്കാൻ, അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്ക്യൂസാണ് ഈ നാളെ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ ഒരു മനസ്സ് വരാത്തത് കൊണ്ട്, ആ കഷ്ടപ്പാട് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന നുണയാണ് നാളെ എന്ന് പറയുന്നത്. വി ആർ നോട്ട് റെഡി ടു ചാലഞ്ച് അവർ സെൽഫ്. വി ആർ നോട്ട് റെഡി ടു ടേക്ക് അപ്പ് ദ പെയിൻ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. അതിന് നമ്മൾ പറയും നാളെ. ഇന്ന് എന്നുള്ളത് നമ്മുടെ ആരുടെ മനസ്സിലില്ല, നമ്മുടെ ആരുടെ ഡിക്ഷണറിയിലില്ല. നമുക്കൊക്കെ നാളെയാണ്, നമുക്കൊക്കെ പിന്നെയാണ്. ബ്രെയിൻ ട്രീസി പറയുന്നൊരു കാര്യമുണ്ട്, മൂവ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. മൂവ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. യു ക്യാൻ ഓൺലി ഗ്രോ if you are willing to feel awkward and uncomfortable when you try something new. നമുക്ക് അൺകംഫർട്ടബിൾനെസ് ഫീൽ ചെയ്യണം, നമുക്ക് ഹാർഡ് വർക്കിൻ്റെ പെയിൻ ഫീൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ, നമുക്കറിയില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകണം, അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അതിന് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന എക്സ്ക്യൂസാണ് നാളെ. അതിന് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന എക്സ്ക്യൂസാണ് പിന്നെ ചെയ്യാം. നോ, വി ഹാവ് ടു ഷോ ദ കറേജ്. വി നെവർ ഗെറ്റ് ടുമോറോ. ഇറ്റ്സ് എ മിത്ത്. അതൊരു കെട്ടുകഥയാണ്. നമ്മൾ കേൾക്കുന്ന ഒരു കെട്ടുകഥയാണ് നാളെ എന്ന കഥ. വി ഓൺലി ഹാവ് ടുഡേ. വി ഓൺലി ഹാവ് ടുഡേ. നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, അതിന്നാണ് ടുഡേ. നമ്മൾ ഒരു ദിവസത്തെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റം സംഭവിക്കില്ല എന്ന്. നോ, ഒരു ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 24 മണിക്കൂർ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ദിസ് ഈസ് ദ ഡേ യു ആർ വെയിറ്റിംഗ് ഫോർ ഹോൾ യുവർ ലൈഫ്. നിങ്ങൾ ജീവിതകാലം മൊത്തം കാത്തിരുന്ന ആ ദിവസം അതിന്നാണ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആ മാറ്റം വരുത്താൻ കാത്തിരുന്ന ദിവസം, ആ പ്രവർത്തിക്കാൻ കാത്തുവെച്ച ദിവസം അതിന്നാണ്. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് ആൻഡ് തിങ്ക് ടു മൈ സെൽഫ്, ഹൗ ഫാർ ക്യാൻ ഐ പുഷ് ദിസ് കമ്പനി ഇൻ ദ നെക്സ്റ്റ് 24 hours. ലേ ദിസ് ഗെയിം. അടുത്ത 24 മണിക്കൂറിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കമ്പനിയുടെ കാര്യത്തിൽ ആ മനുഷ്യൻ എല്ലാ ദിവസവും ചിന്തിക്കുന്നു. നമ്മളപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, നെക്സ്റ്റ് 24 hours how far can I push myself? നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ എല്ലാ ദിവസവും നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു മൂവ്. ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഐ ഹാവ് മൂവ് ഫോർവേഡ്. ഞാൻ നിൽക്കുന്നിടത്ത് തന്നെയല്ല നിന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റണം. യു മസ്റ്റ് ഫീൽ ദ ഗ്രോത്ത്, യു മസ്റ്റ് ഫീൽ ദ ചേഞ്ച് ആഫ്റ്റർ എവറി സിംഗിൾ ഡേ. എവറി സിംഗിൾ ഡേ യു ഹാവ് ടു ലീവ് ദിസ് ഡേ. നമുക്ക് ആ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും പറയാനില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. ഡു വൺ തിങ് എവറി ഡേ ദാറ്റ് സ്കെയർസ് യു. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഓരോ ദിവസവും ചെയ്യണം. ബി ഡെയറിങ്. ദാറ്റ്സ് വാട്ട് മേക്സ് യു ഗ്രേറ്റ്. നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ചാടി ഇറങ്ങാനുള്ള ധൈര്യമാണ് നമ്മളെ ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി നിർത്താൻ പോകുന്നത്. ഓരോ ഭയങ്ങളെയായിട്ട് നമ്മൾ അതിജീവിക്കണം. യു ഹാവ് ടു ഫേസ് ദ ഡേ. We have to face the fears. We have to face our day. We have to face our fears. ഇതൊക്കെ കേട്ടിട്ട് ഈ നിമിഷം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്നത്തെ ദിവസം ബാക്കി എല്ലാ ദിവസങ്ങളെയും പോലെ വെറും ഒരു ദിവസമാണ്. അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ യു ക്ലോസ് യുവർ ഡ്രീം ബുക്ക്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുസ്തകം നിങ്ങൾ അടച്ചു വെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുസ്തകം നിങ്ങൾ അടച്ചു വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ദിവസമാണ് ആ മാറ്റത്തിൻ്റെ ദിവസമെന്ന്, ആ പ്രവർത്തനത്തിൻ്റെ ദിവസമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബി റെഡി ടു ലീവ് യുവർ ഡ്രീംസ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ജീവിക്കാൻ പറ്റൂ. ബിക്കോസ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കിട്ടാൻ പോകുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ടുഡേയ്സ്, നെവർ ടുമോറോസ്. ഇന്നുകൾ മാത്രം, നാളെകളില്ല. ചൂസ് ടു ലീവ് ദിസ്